ഹായ് കുഞ്ഞുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണല്ലോ അല്ലേ? ഞാൻ സരോജ റോബിൻ, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. CS20ലേക്ക് ഏവർക്ക് സ്വാഗതം. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++ എന്ന 4ാമത്തെ ചാപ്റ്ററാണ് നാം ഇന്ന് പഠിക്കുന്നത്. അതിൻ്റെ 2ാമത്തെ പാർട്ടാണ് പഠിക്കുന്നത്. ഇതോടുകൂടി ആ ചാപ്റ്റർ തീരുകയാണ്. മനസ്സിലായല്ലോ? ഇത് ഒരു കുഞ്ഞ് ഭാഗമാണ്. അതായത് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, അറിയാമല്ലോ അല്ലേ? 20 മാർക്കിനാണ് നിങ്ങൾക്ക് C++ൽ നിന്നും അതിൽ ചോദിക്കുക. പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുമ്പോൾ മൊത്തം 40 മാർക്കാണ്. അതിൽ 20 മാർക്സ് നിങ്ങൾക്ക് C++ൽ നിന്നാണ് വരുന്നത്. അതിലൊരു പ്രോഗ്രാമാണ് നിങ്ങൾക്ക് C++ൽ ചെയ്യേണ്ടത്. അപ്പോൾ ആ പ്രോഗ്രാംസ് എങ്ങനെ ചെയ്യണമെന്നും എല്ലാം ഇന്നത്തെ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് പ്രോഗ്രാംസൊക്കെയാണ് നിങ്ങൾ നെക്സ്റ്റ് ചാപ്റ്ററിലൊക്കെ പഠിക്കുന്നത്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്യുന്നത്, അത് എഡിറ്റ് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്, കമ്പൈൽ ചെയ്യുന്നത് എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണത്. അപ്പോൾ ഇത് വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെയും കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ഒത്തിരി പേര് കമൻസൊക്കെ ഓരോ വീഡിയോയ്ക്കും തരുന്നുണ്ട്, അതിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇതുവരെയും കമൻസൊക്കെ ചെയ്യാത്തവരും ഓരോ വീഡിയോസിനൊക്കെ കമൻസൊക്കെ ഇടുക കേട്ടോ. അതൊക്കെ ടീച്ചർക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്കറിയാം, ഒത്തിരി ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഓരോ ക്ലാസ്സും പഠിപ്പിക്കുന്നത്. അതായത് ഒന്നും മനസ്സിലാകാത്ത ഏതൊരു കുഞ്ഞുവാവയ്ക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഓരോ വീഡിയോയും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായി കാണുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾ നോട്ട് ബുക്കിൽ ഇതിലുള്ള നോട്ട്സുകൾ പകർത്തുക. നോട്ട്സ് ചില കുട്ടികളൊക്കെ കമൻസ് ഇട്ടിട്ടുണ്ട്, ടീച്ചർ നോട്ടുണ്ടോ അല്ലയോ എന്നൊക്കെ. അപ്പോൾ അതിൽ നോട്ട്സ് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആ നോട്ട്സ് നിങ്ങളുടെ ബുക്കിലോട്ട് പകർത്തി എഴുതുക. വേറൊരു നോട്ടിൻ്റെ ആവശ്യമില്ല, അത്രയും സിമ്പിൾ നോട്ട്സാണ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ സ്റ്റാർ എന്നുള്ള സിമ്പിൾസൊക്കെ കാണും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് ഒട്ടും താമസിക്കാതെ പോകാം. ഓക്കെ, റെഡിയാണല്ലോ അല്ലേ? പോകാം ക്ലാസ്സിലോട്ട്. ചാപ്റ്റർ 4 ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++. അതിൻ്റെ പാർട്ട് 2 ആണ് നാം ഇന്ന് പഠിക്കുന്നത്. ഇന്ന് പഠിക്കാനായി പോകുന്ന ഭാഗങ്ങൾ നോക്കാം. IDE, ഓപ്പണിംഗ് ദ എഡിറ്റ് വിൻഡോ, സേവിംഗ് ദ പ്രോഗ്രാം, കമ്പൈലിംഗ് ആൻഡ് ലിങ്കിങ് ദ പ്രോഗ്രാം, റണ്ണിംഗ് ദ പ്രോഗ്രാം, ക്ലോസിംഗ് ദ IDE. ഇവ നമുക്ക് നന്നായിട്ട് പഠിക്കാം. IDE എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയൺമെൻ്റ് ആണ്. ഈ ഫുൾ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു C++ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ടെസ്റ്റ് എഡിറ്റർ ആവശ്യമുണ്ട്. ദ കമ്പൈലേഴ്സ് സച്ച് ആസ് GCC എന്ന് പറഞ്ഞാൽ GNU കമ്പൈലർ കളക്ഷനാണ്. പിന്നെ ടർബോ C++, ബോർലാൻഡ് C++, ഇങ്ങനത്തെ കമ്പൈലേഴ്സാണ്. ഒരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് നമുക്ക് C++ പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തരുന്നത്. അപ്പോൾ ഈ IDEs എന്താണ് ഫെസിലിറ്റീസ് ചെയ്ത് തരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സെർച്ച് ചെയ്യാനും കമ്പൈൽ ചെയ്യാനും ലിങ്ക് ചെയ്യാനും ഒക്കെയുള്ള ഫെസിലിറ്റീസിലാണ് നമുക്ക് ഈ IDEയിലൂടെ കിട്ടുന്നത്. ഓക്കെ, നാം ഉപയോഗിക്കുന്നത് GCC വിത്ത് Genie IDE ആണ്. നമ്മളിപ്പോൾ പ്രോഗ്രാം നമുക്ക് കമ്പൈൽ ചെയ്യാനും റൈറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് GCC വിത്ത് Genie IDE നോക്കാം. നമ്മളിപ്പോൾ ബാക്കി കമ്പൈലറൊന്നും നോക്കുന്നില്ല, നമ്മൾ GCC വിത്ത് Genie IDE ആണ് നോക്കുന്നത്. GCC എന്ന് പറഞ്ഞാൽ ഫ്രീ സോഫ്റ്റ്വെയർ അവൈലബിൾ വിത്ത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കമ്പൈലറൊക്കെ പഠിച്ചു അല്ലേ, കമ്പൈലർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പഠിച്ചു, സോഫ്റ്റ്വെയർ എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ GCC എന്ന് പറഞ്ഞാൽ ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, അവൈലബിൾ വിത്ത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിലുള്ള ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് GCC. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കിനി പ്രോഗ്രാംസ് ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ അറിയണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഓപ്പണിംഗ് ദ എഡിറ്റ് വിൻഡോ. എഡിറ്റ് പ്രോഗ്രാം എഴുതണമെങ്കിൽ ഒരു എഡിറ്റ് വിൻഡോ വേണം അല്ലേ? അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തമായിട്ട് കുറച്ചുകൂടെ മനസ്സിലാവും. ആദ്യം അതിൻ്റെ തിയറി ഒന്ന് നമുക്ക് മനസ്സിലാകാം, എന്നിട്ട് ഞാൻ ആ പ്രാക്ടിക്കലി ചെയ്ത് കാണിക്കാം. ഓക്കെ, the edit window of Genie IDE can be opened from the application menu of Ubuntu Linux by proceeding as follows. അതായത് ആപ്ലിക്കേഷൻസിൽ പോയിട്ട് പ്രോഗ്രാമിങ്ങിൽ പോയിട്ട് ജീനി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് വിൻഡോ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു എഡിറ്റ് വിൻഡോ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു മെനു ബാർ കാണും, പിന്നെ ഒരു ടൂൾ ബാർ കാണും. കണ്ട എഡിറ്റ് ചെയ്യേണ്ട സ്ഥലമുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് പ്രോഗ്രാംസ് എഴുതണം. ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സാധാരണയായിട്ട് ആദ്യം ഒരു പ്രോഗ്രാം നമ്മൾ സേവ് ചെയ്യുന്നതിന് മുമ്പെങ്കിൽ അൺടൈറ്റിൽഡ് എന്നുള്ള പേരായിരിക്കും ഡീഫോൾട്ടായിട്ട് ആ പ്രോഗ്രാമിന് വന്ന് നിൽക്കുന്നത്, ഈ വിൻഡോയ്ക്ക് വന്ന് നിൽക്കുന്നത്. ഇൻ ദിസ് വിൻഡോ വി ടൈപ്പ് ദ പ്രോഗ്രാം വിത്ത് ദ ഡീഫോൾട്ടിനെ അൺടൈറ്റിൽഡ്. ടു ഓപ്പൺ എ ന്യൂ ഫയൽ. ഇപ്പം നമുക്കൊരു ന്യൂ ഫയലാണ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫയലിൽ പോയിട്ട് ഈ ഫയൽ എന്നുള്ള ഈ മെനുവിൽ പോയിട്ട്
അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സെലക്ട് എന്നുള്ളൊരു ഒരു മെനു ലിസ്റ്റ് വരും കേട്ടോ. അതിൽ നമ്മൾ ന്യൂ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ന്യൂ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ക്ലിക്ക് ദ ന്യൂ ബട്ടൺ. ഇതിവിടെ ഒരു സിമ്പിൾ ഇരിക്കുന്നുണ്ടോ, ഒരു കുരിശ് പോലെയൊക്കെ. അപ്പോൾ ഒരു അധിക ചിഹ്നമൊക്കെ ഇട്ട് ഇതായിരിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യണം. ഒരു ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ ടൂൾ ബാർ, ഇത് ടൂൾ ബാറാണ്. ടൂൾ ബാറിലുള്ള ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫയലിൽ പോയിട്ട് ന്യൂ എടുക്കുക, അല്ലെങ്കിൽ ക്ലിക്ക് ന്യൂ ബട്ടൺ. ഓക്കെ. ഇനി നമുക്ക് ഈ പ്രോഗ്രാമിനെ സേവ് ചെയ്യണം അല്ലേ. നമ്മളൊരു ഫയൽ എടുത്തു കഴിഞ്ഞാൽ, ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. സേവ് ചെയ്യാനായിട്ട് ഫയൽ നെയിം വിത്ത് എക്സ്റ്റൻഷൻ .cppയിലാണ് സേവ് ചെയ്യേണ്ടത്. ഒരു ഫയലിന് ഒരു പേര് കൊടുക്കണം. എന്നിട്ട് .cpp എന്നുള്ള എക്സ്റ്റൻഷനാണ് ഉപയോഗിക്കേണ്ടത്. അതായത് GCC എന്ന് പറയുന്നത് നമുക്കറിയാം GNU കമ്പൈലർ കളക്ഷനാണ് അല്ലേ. ഇപ്പോൾ കളക്ഷൻ ഓഫ് കമ്പൈലേഴ്സ് അതിനകത്തുണ്ട്. അപ്പോൾ അതിൽ ഏത് കമ്പൈലറാണ് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി ആവശ്യമുള്ളത് എന്ന് അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ എക്സ്റ്റൻഷൻ കൊടുക്കേണ്ടത് കമ്പൽസറിയാണ്. ഓക്കെ. പിന്നെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഫയലിനെ ഇഫ് വി ഗീവ് ദ ഫയൽ നെയിം ബിഫോർ ടൈപ്പിംഗ് ദ പ്രോഗ്രാം പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഫയൽ നെയിം കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ടോക്കൺസിന് ഡിഫറൻറ്റ് കളേഴ്സിൽ നമുക്ക് ആ പ്രോഗ്രാമിൽ കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മൾ ടോക്കൺസ് പഠിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെയാണ് കീവേഡ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററേഴ്സ്, പഞ്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ ടോക്കണിനനുസരിച്ച് അതിന് ഡിഫറെൻറ്റ് കളേഴ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീനിൽ നമുക്ക് കിട്ടും. അപ്പം സേവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഫയൽ മെനുവിൽ പോയിട്ട് സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മനസ്സിലായല്ലോ. അല്ലെങ്കിൽ Ctrl+S ക്ലിക്ക് ചെയ്യുക. കീബോർഡിൽ Ctrl+ഉം S കൂടെ പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ സേവ് എന്നുള്ളൊരു ബട്ടണുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക ടൂൾ ബാറിൽ. അപ്പോൾ ഫയലിൽ പോയിട്ട് സേവ് കൊടുക്കുക, അല്ലെങ്കിൽ Ctrl+S കൊടുക്കുക, അല്ലെങ്കിൽ ക്ലിക്ക് ദ സേവ് ബട്ടൺ. ഓക്കെ. ഇനി അടുത്തത് കമ്പൈലിംഗ് ആൻഡ് ലിങ്കിങ് ദ പ്രോഗ്രാമാണ്. വൺസ് ദ program is saved, then we have to compile the program and modify it if errors are detected. കമ്പൈൽ ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബിൽഡിൽ പോയിട്ട് കമ്പൈൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം, അല്ലെങ്കിൽ കമ്പൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഓക്കെ. ഇതുപോലെ കമ്പൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും എറർ അതിനകത്ത് പ്രോഗ്രാമിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കമ്പൈലേഷൻ ഫെയിൽഡ് എന്ന് കാണിക്കും. നമുക്ക് അവിടെ എന്താണ് കമ്പൈലർ സ്റ്റാറ്റസ് വിൻഡോ ഉണ്ട്, അതിൽ ഫെയിൽഡ് എന്ന് കാണിക്കും. എന്നാൽ എററൊക്കെ കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇനി ഈ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞാൽ ലിങ്ക് ദ പ്രോഗ്രാം. നമ്മുടെ പ്രോഗ്രാമിന് ആവശ്യമായ ചില റിസോഴ്സസ് നമ്മുടെ പ്രോഗ്രാമായിട്ട് ലിങ്ക് ചെയ്ത് തരേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ലിങ്ക് ചെയ്യേണ്ടത്. അതിന് ചെയ്യേണ്ടത് ബിൽഡിൽ പോയിട്ട് ബിൽഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൊണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ബിൽഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കമ്പൈലും ബിൽഡും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ആ ഫയൽ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ അതിനെ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ റണ്ണിങ് ദ പ്രോഗ്രാം ഈസ് ദ പ്രോസസ്. എക്സിക്യൂട്ട് ചെയ്യാൻ റൺ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ റണ്ണിങ് ദ പ്രോഗ്രാം ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എ കമ്പ്യൂട്ടർ ക്യാരീസ് ഔട്ട് ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ അത് ക്യാരി ചെയ്യുന്നതിനാണ് നമ്മൾ റൺ ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ബിൽഡിൽ പോയിട്ട് എക്സിക്യൂട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ കീബോർഡിൽ നമുക്ക് F5 എന്നുള്ള ബട്ടൺ ഉണ്ട് കീബോർഡിൽ, അത് പ്രസ് ചെയ്യുക. ഇനി അപ്പോൾ ഈ റൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഔട്ട്പുട്ട് ഒരു പുതിയ വിൻഡോയിലായിരിക്കും, ന്യൂ വിൻഡോയിലായിരിക്കും കിട്ടുന്നത്. ഇനി ഈ ID നമുക്ക് ക്ലോസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പ്രോഗ്രാം ക്ലോസ് ചെയ്യണം അല്ലേ. ടു ക്ലോസ് ദ പ്രോഗ്രാമിനെ ക്ലോസ് ചെയ്യണമെങ്കിൽ ഫയലിൽ പോയിട്ട് ക്ലോസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇൻഡു എന്നുള്ള ഈ ബട്ടൺ ഉണ്ട്, ക്ലോസ് ബട്ടൺ, ഈ സിമ്പലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ദ ആക്റ്റീവ് ടാബ് ഓർ ഇൻ ദ ടൈറ്റിൽ ബാർ ഓഫ് ദ ID. ഇനി ഈ ID തന്നെ ക്ലോസ് ചെയ്യണം. ഇത് പ്രോഗ്രാം ക്ലോസ് ചെയ്യാൻ ഇത് ജീനി IDയിലല്ലേ നമ്മൾ ആദ്യം എടുത്ത് വന്നത്, ഓപ്പൺ ചെയ്തത്. അപ്പോൾ അതിനെ നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ഫയലിൽ പോയിട്ട് ക്വിറ്റ് ഓപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ക്ലോസ് ബട്ടൺ ഓഫ് ദ ID ഈ വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+Q കീബോർഡിൽ കൊടുക്കുക.
മനസ്സിലായല്ലോ? ഇത്രയും തന്നെയാണ്. ഇത് ഈ പറയുമ്പോഴത്തേക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കാണ് ഒത്തിരി ഉള്ളത്. നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, പഠിക്കാനും ഇതിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു പ്രോഗ്രാം ആദ്യം എഴുതാം. ഇങ്ങനെയാണ്, നിങ്ങളൊരു പ്രോഗ്രാം കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രോഗ്രാംസ് ഇരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുമ്പം പ്രോഗ്രാം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ എന്താണ് പ്രോഗ്രാം എന്ന് ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല, കാരണം ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനില്ല. അടുത്ത ചാപ്റ്റർ തൊട്ടാണ് പ്രോഗ്രാംസ് പഠിക്കേണ്ടത്. പക്ഷേ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഞാനൊന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് മെമ്മറിയിൽ ഉറയ്ക്കും. അതിനുവേണ്ടി ഞാനത് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ, എന്തിനാണെന്ന് വെച്ചാൽ വെൽക്കം ടു ദ വേൾഡ് ഓഫ് C++ എന്ന് എനിക്കൊരു മെസ്സേജ് എനിക്ക് സ്ക്രീനിൽ കിട്ടണം. അതിന് വേണ്ടിയാണ് ഇത്രയും പ്രോഗ്രാം എഴുതിയത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഈ ആപ്ലിക്കേഷൻസിൽ പോവുക. അവിടെ പോയുമ്പോൾ പ്രോഗ്രാമിംഗ് എന്നൊരു ഇത് കണ്ടോ പ്രോഗ്രാമിങ്ങിൽ എത്തി. നമ്മൾ പ്രോഗ്രാംസിലെ ചെയ്യുന്നത്. അപ്പോൾ പ്രോഗ്രാമിങ്ങിൽ നേരെ ഒരു കപ്പ് പോലത്തെ ഒരു സിമ്പിൾ കണ്ടോ, മഞ്ഞ കപ്പ്, ജീനി. അപ്പോൾ ആദ്യത്തെ ജീനി എടുക്കുക. മനസ്സിലായല്ലോ? ആപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിൽ ജീനി. അപ്പോൾ നമുക്ക് എഡിറ്റ് വിൻഡോയിൽ പോകും. അപ്പോൾ ഇവിടെ ഇതേപോലെ നേരത്തെയൊക്കെ കിടക്കുന്നതായിരിക്കും. നമുക്കൊരു ഫ്രഷ് പേജല്ലേ വേണ്ടത്. അപ്പോൾ ഫയലിൽ പോയിട്ട് ന്യൂ ക്ലിക്ക് ചെയ്യുക. ഫയലിൽ പോയിട്ട് എന്ത് ചെയ്യണം, ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതാ ഒരു പ്ലസ് എന്നൊരു സിമ്പിൾ കിടക്കുന്നുണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഒരു ഫ്രഷ് പേജ് വന്നതുണ്ടോ. അപ്പോൾ ഇവിടുത്തെ പേരെന്താ കിടക്കുന്ന, അൺടൈറ്റിൽഡ്. അപ്പോൾ എനിക്കൊരു എന്താണ് പേര് മാറ്റണം അല്ലേ, സേവ് ചെയ്യണം. ഫയലിൽ പോയിട്ട് സേവ് ആസ് ക്ലിക്ക് ചെയ്യുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ അൺടൈറ്റിൽഡ് എന്ന് വന്നു. അപ്പോൾ ഞാൻ എന്താണ് വേറൊരു പേര് കൊടുക്കുകയാണ്, വേൾഡ് എന്ന് കൊടുക്കുന്നതെന്ന് വെച്ചുള്ളൂ. വേൾഡ് എന്ത് വേണം പേര് കൊടുക്കാം. ഞാൻ വേൾഡ് എന്ന് കൊടുത്തു. വെൽക്കം ടു ദ വേൾഡ് ഓഫ് C++. അതുകൊണ്ട് വേൾഡ് .cpp കണ്ടോ, എക്സ്റ്റൻഷൻ .cpp എന്ന് കൊടുക്കണം. വേൾഡ് ഒരു കുത്തിട്ട് കണ്ടോ, ഡോട്ട് ഇട്ടിട്ട് CPP. അതിനുശേഷം ഇടാവൂ. ഡോട്ട് കഴിഞ്ഞിട്ടാണ് CPP ഇടേണ്ടത്. എന്നിട്ട് ഇവിടെ സേവ് എന്നൊരു ബട്ടൺ ഇരിക്കുന്നുണ്ടോ, അപ്പോൾ സേവ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ പേര് മാറി വന്നു കണ്ടോ, വേൾഡ് .cpp. ഇവിടെയാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ #include IOStream. അപ്പോൾ ആ പ്രോഗ്രാം അതുപോലെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രോഗ്രാം തീർന്നു. അപ്പോൾ കണ്ടോ, ഡിഫറെൻറ്റ് കളേഴ്സിലാണ് നമുക്ക് ആ ടോക്കൺസൊക്കെ കിട്ടിയിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ്, ഞാൻ ആ കളറൊന്നും കൊടുത്തതല്ല. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യണം, കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്യാനായിട്ട് ഒന്നുകിൽ ബിൽഡിൽ പോയിട്ട് കമ്പൈൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഒരു ബോൾ ഇങ്ങനെ ഇടുന്നുണ്ടോ ഒരു കപ്പിൽ നിന്ന്, അതുപോലത്തെ അവിടെ ക്ലിക്ക് ചെയ്യുക. കമ്പൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് ചേഞ്ചസ് വരുമെന്ന് നോക്കാം. നമുക്ക് ഇവിടെ കുറേ ചേഞ്ചസ് ഒക്കെ വരും. അപ്പോൾ അവിടെ കമ്പൈലറിൻ്റെ സ്റ്റാറ്റസ് ബാറിൽ എന്ത് ചേഞ്ചസ് വരുമെന്ന് നോക്കാം. കണ്ടോ, കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് വന്നു. കണ്ടോ, അപ്പോൾ ഒരു തെറ്റുമില്ല, കറക്റ്റാണെന്ന് വന്നു. അടുത്തെന്താണ്, ബിൽഡാണ് ചെയ്യേണ്ടത്. ഒന്നുകിൽ ബിൽഡിൽ പോയിട്ട് ബിൽഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ പെട്ടി പോലൊരു സാധനം ഇരിക്കുന്നുണ്ടോ, ഈ ടൂള് ക്ലിക്ക് ചെയ്യുക. അടുത്ത് നമുക്ക് റൺ ചെയ്യണം. റൺ ചെയ്യാനായിട്ട് ബിൽഡിൽ പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഈ പൂ പോലെ ഒരു സിമ്പൽ ഇരിക്കുന്നുണ്ട് ടൂൾ ബാറിൽ, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്കൊരു പുതിയ വിൻഡോ വന്നു. ഞാൻ പറഞ്ഞല്ലോ, ഔട്ട്പുട്ട് വരുന്നത് പുതിയ വിൻഡോയിലാണ്. എനിക്ക് കിട്ടിയ ഔട്ട്പുട്ട് നോക്കൂ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് C++. ഇതാണ് ഔട്ട്പുട്ട്. ഈ താഴോട്ടുള്ളതൊന്നും നോക്കണ്ട, ഇവിടെ ഇരിക്കുന്നതാണ്. കണ്ടോ, ഈ ഡാഷിന് താഴോട്ടുള്ളതൊന്നുമല്ല. ഇനി മുകളിലിരിക്കുന്ന ഭാഗം നോക്കുക, വെൽക്കം ടു ദ വേൾഡ് ഓഫ് C++. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ തെറ്റൊക്കെ ഞാൻ എന്തെങ്കിലും കാണിച്ചെന്ന് വെച്ചോളൂ. ഇപ്പോൾ ഇവിടെ ഒരു സെമിക്കോളൻ ഇട്ടില്ല എന്ന് വെച്ചോളൂ. ഉടനെ അത് തെറ്റ് കാണിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതായത് ഇനി ഞാൻ കമ്പൈൽ ചെയ്യുക. കമ്പൈലേഷൻ ഫെയിൽഡ് എന്ന് വന്നുണ്ടോ. അപ്പോൾ ഇവിടെ ഫെയിൽഡ് എന്ന് കാണിച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇനി ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ലൈനും ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലൈൻ കാണിച്ചാലും ചിലപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലായിരിക്കും, അല്ലെങ്കിൽ താഴെ ആയിരിക്കും. അത് ശ്രദ്ധിക്കുക. ഏതെങ്കിലും അതിൻ്റെ ചിലപ്പോൾ ആ ലൈനിലായിരിക്കും. അപ്പോൾ ഇതാ തൊട്ട് മുമ്പിലാണ്, ഇതിൻ്റെ തൊട്ട് മുമ്പിലാണ് പ്രശ്നമുള്ളത്. അവിടെ സെമിക്കോളൻ ഇടുക. തെറ്റ് അത് കാണിച്ചിരിക്കുകയാണ് കേട്ടോ, ലൈൻ ഇട്ട്. വീണ്ടും ഞാൻ കമ്പൈൽ ചെയ്യുക. അപ്പോൾ കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് വന്നു. ലിങ്ക് ചെയ്തു. കണ്ടോ, ആൻസർ കിട്ടി. വെൽക്കം ടു ദ വേൾഡ് ഓഫ് C++. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പഠിച്ചത് ഇത്രയും കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എനിക്കിനി ഇതിനെ ക്ലോസ് ചെയ്യുന്നത് ഒന്നുകിൽ ഇവിടെ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഇവിടെ ക്ലോസ് ചെയ്യാം എനിക്ക്. അല്ലെങ്കിൽ ഇത് ഇവിടെ ഫയലിൽ നിന്ന് തന്നെ പുറത്ത് വരണമെങ്കിൽ ഇവിടെ ഫയലിൽ പോയിട്ട് ക്വിറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ ഉണ്ടോ, പ്രോഗ്രാം ക്ലോസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ക്ലോസ് ചെയ്യാം. ഫയലിൽ പോയിട്ട് ക്ലോസ് ചെയ്താൽ ആ പ്രോഗ്രാം തന്നെ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും.
മനസ്സിലായോ? ഇനി എനിക്ക് ഇതിന് ID നിന്ന് പുറത്ത് വരണമെങ്കിൽ ഒന്നുകിൽ ഇവിടുത്തെ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫയലിൽ പോയിട്ട് ക്വിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ എനിക്ക് പുറത്ത് വരാനായിട്ട് സാധിക്കും. ഇത്രയും തന്നെയാണ്. മനസ്സിലായല്ലോ? ഇനി പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. IDE സ്റ്റാൻഡ്സ് ഫോർ, നേരത്തെ പറഞ്ഞല്ലോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റ്. പിന്നെ അറ്റ് എ ഗ്ലാൻസ്, അതായത് ഇന്ന് പഠിച്ചതെല്ലാം കൂടെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പഠിക്കേണ്ട ഭാഗം ഇതാണ് യഥാർത്ഥത്തിൽ. കാരണം മറ്റതെല്ലാം മനസ്സിലാക്കിയിരുന്നാൽ ഇതൊറ്റ നോട്ടത്തിൽ നിങ്ങൾക്കിത് മനസ്സിലാകും. ഇത്രയൊന്ന് പഠിക്കുക. ഓപ്പൺ ദ എഡിറ്റ് വിൻഡോ, അതിനുവേണ്ടി ആപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിൽ പോയിട്ട് ജീനി എടുക്കുക. അപ്പോൾ ഞാൻ പ്രാക്ടിക്കലും കൂടെ അതിൽ ചെയ്ത് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണെന്ന്. ഇനി ഒരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫയലിൽ പോയിട്ട് ന്യൂ അല്ലെങ്കിൽ ന്യൂ ബട്ടൺ. സേവ് ദ പ്രോഗ്രാം, ഫയലിൽ പോയിട്ട് സേവ് അല്ലെങ്കിൽ Ctrl+S അല്ലെങ്കിൽ സേവ് ബട്ടൺ. കമ്പൈൽ ദ പ്രോഗ്രാം, ബിൽഡിൽ പോയിട്ട് കമ്പൈൽ അല്ലെങ്കിൽ കമ്പൈൽ ബട്ടൺ. ലിങ്ക് ദ പ്രോഗ്രാം, ബിൽഡിൽ പോയിട്ട് ലിങ്ക് ചെയ്യുക അല്ലെങ്കിൽ ബിൽഡ് ബട്ടൺ. റൺ അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ബിൽഡിൽ പോയിട്ട് എക്സിക്യൂട്ട് അല്ലെങ്കിൽ F5 കൊടുക്കുക. മനസ്സിലായല്ലോ? പിന്നെ ക്ലോസ് ദ പ്രോഗ്രാം, ഫയലിൽ പോയിട്ട് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഇൻറ്റു എന്നുള്ള സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലോസ് ദ IDE, ഫയലിൽ പോയിട്ട് ക്വിറ്റ് അല്ലെങ്കിൽ Ctrl+Q. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്ന് പഠിച്ചത് വളരെ സിമ്പിളായിട്ടുള്ള ഭാഗമാണ്. അത് നന്നായിട്ട് പഠിക്കുക, എന്നാലാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കലൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതോടൊപ്പം തന്നെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് CS20 എന്ന ഈ ഫാമിലിയിലോട്ട് അംഗമായി തീരുക. ഓക്കെ, ബൈ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. യുവർ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് യുവർ ആൾട്ടിറ്റ്യൂഡ്.